നോക്കി പോവാം. ആദ്യത്തെ ഈ ഒരു കോഷൻ മെസ്സേജ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന് KSEB മെസ്സേജ് സെൻഡ് ചെയ്യണ ഒരു ഫോർമാറ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അത് ഏതെങ്കിലും SMS ഒന്നും ചെയ്യില്ല. അതിന്റെ സെന്റർ ആയിട്ട് ഈ രണ്ട് കാര്യം ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന VM KSEB IT, VK KSEB IT, അങ്ങനെ KSEB IT എന്ന് ബാക്കിലുള്ള അവിടുന്നാണ് സെൻഡ് ചെയ്യുള്ളൂ SMS. ആ ഒരു കാര്യമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും അതിലൊരു ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ടൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പിന്നെ അതേമാതിരി KSEB ഒരു വോയിസ് അലേർട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ നമ്പറാണ്. അതും ജസ്റ്റ് ഒന്ന് എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ താഴെ കാണുന്നത് ഇതിലുള്ള നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറുകൾ 1912, പിന്നെ 9496001912. ഈ രണ്ട് നമ്പറുകളാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ലാൻഡ് ഫോൺ നമ്പറുമാണ്. അത്ര ആ ഒരു മെസ്സേജ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത്രയും ഇൻഫർമേഷൻ ഇതിലുണ്ട്. ഇത് സൈബർ ക്രൈമുകളൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന മെസ്സേജുകളൊക്കെ അവിടുന്ന് ഇവിടുന്നും പ്രത്യേകിച്ചും KSEBയുടെ പേരിലൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ രാത്രി സപ്ലൈ കട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ഇതിലോട്ട് ഗൂഗിൾ അക്കൗണ്ടിലോട്ട് പേയ്മെന്റ് തരണം അല്ലെങ്കിൽ കണക്ഷൻ കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ഫേക്ക് മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ് ആണിത്. ഇത്രയും ഇൻഫർമേഷൻ ഇതിലുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ KSEBയുടെ സൈറ്റ് ഒന്നും പറയേണ്ട കാര്യം ഉണ്ടാവില്ല. KSEB.in അതാണ് സൈറ്റ്. അതില് കുറെ കാര്യങ്ങളുണ്ട്. കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതിൽ കസ്റ്റമേഴ്സ് എന്നുള്ളതിന്റെ ഉള്ളിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ നോർമലി സർവീസുകളൊക്കെ അവൈൽ ചെയ്യണത്. പിന്നെ അതിന്റെ താഴെ KSEB സൈറ്റിന്റെ നേരെ താഴെ കാണുന്ന ഒരു സർവീസുകളാണ് എന്തൊക്കെയാണെന്നുള്ളത്. അതൊന്ന് നോക്കി പോകും. ക്വിക്ക് പേ എന്ന് പറയുന്നത് പേയ്മെന്റ് അടയ്ക്കുന്നത്. അതായത് രജിസ്റ്റർ ചെയ്യാത്ത കൺസ്യൂമേഴ്സിന് അവരുടെ വണ്ടി ചാർജോ അങ്ങനെയുള്ള ഡിമാൻഡുകൾ അടയ്ക്കാനായിട്ടുള്ള ഒരു ഇതാണ് ക്വിക്ക് പേ എന്ന് പറയുന്നത് താഴെ കാണുന്നത്. പിന്നെ നോ യുവർ ഔട്ടേജ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഏരിയയിൽ ഏതെങ്കിലും ഇന്ററപ്ഷൻ ഉണ്ടെങ്കിൽ അത് അറിയാനായിട്ടുള്ളതാണ്. ഏതെങ്കിലും SMS കൊടുക്കുന്നുണ്ട്, ഇന്ന സമയത്ത് ഇവിടെ ഫീഡറിൽ ഓഫ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഏരിയയിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ടുള്ളതാ. അത് നമ്മുടെ ഒരു പ്രധാന ടോപ്പിക് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു പോയെന്നുള്ളത്. പിന്നെ ന്യൂ കണക്ഷൻ, പുതിയതായിട്ടുള്ള ഒരു കണക്ഷൻ, ഇത് നമ്മൾ നോർമലി എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും. അതുവഴിയാണ് പുതിയ കണക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എടുത്തു പോണത്. പിന്നെ രജിസ്റ്റർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും KSEBയിലുള്ള എന്തെങ്കിലും പരാതികൾ, പ്രത്യേകിച്ചും സപ്ലൈ ഇന്ററപ്ഷനായിട്ട് ബന്ധപ്പെട്ട് വോൾട്ടേജ് പോസ്റ്റ് അങ്ങനെയുള്ള കംപ്ലൈന്റുകളെല്ലാം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ് രജിസ്റ്റർ കംപ്ലൈന്റ്. പിന്നെ നോ യുവർ സെക്ഷൻ, ഇത് ചിലപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കണം നല്ലതായിരിക്കും. അവിടെ കൺസ്യൂമർ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സെക്ഷന്റെ എല്ലാ ഡീറ്റെയിലും അവിടെ കിട്ടും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയതിനു ശേഷം നമുക്ക് ആ സൈറ്റിന്റെ ഉള്ളിലോട്ട് നോക്കാം. പിന്നെ അടുത്ത മെനു ആയിരിക്കും വ്യൂ യുവർ LT ബില്ല്. ഇത് നമുക്ക് എല്ലാവർക്കും മിക്കവാറും ഈ CSCയിലൊക്കെ ഒരാൾ ആദ്യമായിട്ട് വരുമ്പോൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് അവരൊരു ബിൽ നമ്പർ വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കറണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് വേണം. അതുണ്ടെങ്കിൽ ഇത് ബാക്കിയുള്ള സർവീസുകൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റുള്ളൂ. അതിനായിട്ടുള്ള ഒരു ലിങ്ക് അവിടെ കൊടുത്തിട്ടാണ് വ്യൂ യുവർ LT ബില്ല് എന്നുള്ളത്. പിന്നെ നോ യുവർ സർവീസ് സ്റ്റാറ്റസ് എന്നുള്ളത്, നമ്മൾ ഓൾറെഡി ഒരു സർവീസ് ഇവിടെ ഓൺലൈൻ സർവീസ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു നോ യുവർ സർവീസ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു ലിങ്ക് കൂടി ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇതിലുള്ളത്. കാര്യങ്ങളിലൊന്ന് രണ്ട് സൈറ്റുകളാണ് നമുക്ക് അറിയേണ്ടത്. ഒന്ന് www.kseb.in, ഇപ്പൊ എടുത്ത സൈറ്റ്. അതുകൂടാതെ നേരിട്ട് വേണമെങ്കിൽ നമ്മുടെ WSS.kseb.in എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചിലപ്പം ഇതായിരിക്കും, ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. WSS.kseb.in ആണ് ഓൺലൈന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന സർവീസ്. WSS എന്ന് പറഞ്ഞാൽ വെബ് സെൽഫ് സർവീസ്. വെബ് സെൽഫ് സർവീസ് എന്ന് പറയുന്ന സർവീസ് KSEB.in, ആ സൈറ്റിലാണ് ഓൺലൈൻ സർവീസുകൾ അധികം ഉള്ളത്. പിന്നെ അതുകൂടാതെ സർവീസ് അറ്റ് ഡോർ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം അറിയുണ്ടാവും. ഇതിനുള്ളിൽ കയറിയിട്ട് ഒരു കോളോ അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ നമ്പർ എടുത്ത് ഇങ്ങോട്ട് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സർവീസ് ആണോ അതിന് ഇങ്ങോട്ട് KSEB ഇങ്ങോട്ട് വന്ന് ഒരു സർവീസ് അവൈൽ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതിനാണ് സർവീസ് അറ്റ് ഡോർ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഈ സബ്ജക്റ്റിൽ പെട്ടതല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. പിന്നെ മൊബൈൽ ആപ്പ് വഴിയും ചെയ്യാം. KSEBയുടെ iOS ആൻഡ്രോയിഡും ഉള്ള ഈ മൊബൈൽ ആപ്പ് വഴിയും ഈ WSSൽ കിട്ടുന്ന എല്ലാ സർവീസുകളും ഇതിൽ ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ KSIFT എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, കേരള സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിന്റെ എല്ലാ സംഭവങ്ങളും സർവീസ് കണക്ഷൻ അടക്കം ബാക്കിയുള്ള സർവീസുകളെല്ലാം അവൈൽ ചെയ്യാനായിട്ടുള്ള ഒരു കേരള സർക്കാരിന്റെ ഒരു ലിങ്ക്. അത് പറഞ്ഞു പോയെന്നുള്ളത് നിങ്ങൾ ഉപയോഗിക്കണമായിരിക്കും, അറിയണതുമായിരിക്കും. അപ്പൊ മെയിനായിട്ട് നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് KSEB.in അല്ലെങ്കിൽ WSS.kseb.in എന്ന് പറയുന്ന രണ്ട് പോർട്ടൽ വഴി
എങ്ങനെ സർവീസുകൾ അവൈൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ട്? KCB.in കയറുകയാണെങ്കിൽ ഓൺലൈൻ സർവീസിൽ ആദ്യമായിട്ട് വരുന്ന ഒരു പുതിയ കണക്ഷൻ, ന്യൂ കണക്ഷൻ, പുതിയതായിട്ട് ഒരു കണക്ഷൻ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ന്യൂ കണക്ഷൻ. പിന്നെ അതുകൂടാതെ ഈ WSS.KCB.in ഉള്ളിൽ കയറിയാലും ഇതേപോലെ തന്നെ പുതിയ കണക്ഷൻ അവൈൽ ചെയ്യാം. ഓക്കെ. പിന്നെ അതുകൂടാതെ സർവീസ് കൺസ്യൂമർ പോർട്ടൽ വഴി ഈ WSS.KCB.in എന്ന് പറയുന്ന സർവീസ് വഴി നേരത്തെ പറഞ്ഞ മാതിരി സർവീസ് അറ്റ് ഡോർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈൻ വഴി അല്ല, അത് രണ്ട് വ്യത്യാസമുണ്ട്. ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ അപ്ലിക്കേഷൻ എൻ്റർ ചെയ്ത് വിടുന്നു. മറ്റതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കണക്ഷൻ വേണം അല്ലെങ്കിൽ ഒരു സർവീസ് വേണം എന്നുള്ളത് പറയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓഫീസിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് സർവീസ് അറ്റ് ഡോർ സ്റ്റെപ്പ്. അതിന്റെ ഒരു രജിസ്ട്രേഷൻ കൂടി ഇതിലുണ്ട്. നമുക്ക് ആ സൈറ്റ് ഒന്ന് എടുത്ത് നോക്കാം. അത് ഇത്തരം സർവീസുകൾ 1912 എന്ന് പറയുന്ന നമ്പറിലോട്ട് വിളിച്ചിട്ട് വേണമെങ്കിലും കൺസ്യൂമേഴ്സിന് അവൈൽ ചെയ്യാം, അല്ലെങ്കിൽ അപ്ലിക്കൻസിന് അവൈൽ ചെയ്യാം. 1912 വിളിച്ച് ഈ സർവീസ് വേണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുവഴി സർവീസ് അറ്റ് ഡോർ സ്റ്റെപ്പ് വഴി ഇതെടുക്കുകയും ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കി പോവാം. ഒരു ന്യൂ കണക്ഷൻ LT കൊടുക്കുകയാണെങ്കിൽ അതിന് എന്തൊക്കെ വേണം എന്നുള്ളത്. നിങ്ങൾ ഈ 3 ഡോക്യുമെന്റ് നമുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ 3 ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഫോട്ടോ, ഐഡന്റിറ്റി പ്രൂഫ്, ഓണർഷിപ്പ് പ്രൂഫ്. ഈ ഐഡന്റിറ്റി പ്രൂഫ്, ഓണർഷിപ്പ് പ്രൂഫ് ഇത് എന്തൊക്കെയാണെന്നുള്ളത് സംശയം നോർമലി വരാം. അപ്പൊ അതെല്ലാം അറിയാനായിട്ട് അവിടെ തന്നെ അതിന്റെ എന്തൊക്കെ ഡോക്യുമെന്റ് വേണമെന്നുള്ളതെല്ലാം നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ് വേണമെന്നുള്ളതെല്ലാം സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡോക്യുമെന്റ് എല്ലാം അവിടെ ഹെൽപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് നോക്കിയാൽ അറിയാൻ പറ്റും. അതൊന്ന് നമുക്ക് നോക്കി പോവാം. പിന്നെ പേയ്മെന്റുകൾ എങ്ങനെയൊക്കെയാണെന്നല്ലോ. ഒന്ന് UPI എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ വഴിയുള്ള അങ്ങനെയുള്ള UPI പേയ്മെന്റ് ഉണ്ട്. ഡയറക്റ്റ് നെറ്റ് ബാങ്കിങ് ഉണ്ട്. അതായത് KCB ആയിട്ട് ഡയറക്റ്റ് എഗ്രിമെന്റ് വെച്ചിട്ടുള്ള ബാങ്കുകളാണ് SBI, SIB, ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, CSB. അതായത് ഇത്രയും ബാങ്കുകളുടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് സർവീസ് ചാർജ് ഇല്ല. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. UPIയിലും ഈ പറയുന്ന ഈ ബാങ്കുകൾ SBI, SIB, ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, CSB ഇത്തരം ബാങ്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് സർവീസ് ചാർജുകളില്ല. പക്ഷെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അതർ ബാങ്ക് അതിനല്ല. നോർമലി ഒരു സർവീസിന് എന്തൊക്കെ അവർ എടുക്കുന്നുണ്ടോ ആ സർവീസുകൾ KCBയുടെ സർവീസുകൾക്കും ബാധകമായിരിക്കും. മിക്കവാറും ഡെബിറ്റ് കാർഡുകൾക്കെല്ലാം 2000 രൂപയിൽ താഴെയുള്ളതിനാണ് സർവീസ് ഇല്ല എന്നുള്ളതാണ്. അതിൽ കൂടുതലാണെങ്കിൽ അത് ചിലപ്പം പെർസെന്റേജ് അടക്കം ആവാം. അപ്പൊ നമ്മൾ നോക്കി ചെയ്യാനുള്ളത് ഫസ്റ്റ് പ്രിഫറൻസ് നെറ്റ് ബാങ്കിങ്, ഡയറക്റ്റ് നെറ്റ് ബാങ്കിങ് അത് എടുക്കുക, അല്ലെങ്കിൽ UPI എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഡെബിറ്റ് കാർഡ് എടുക്കാം. ഡെബിറ്റ് കാർഡ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സർവീസ് ചാർജിന്റെ ഒരു കാര്യം കൂടി ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. എന്താ വെച്ചാൽ വലിയ സർവീസുകൾ, വലിയ എമൗണ്ട് ഒക്കെ എടുക്കേണ്ട സർവീസുകളായിരിക്കും. അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ലോസും കൂടി ഉണ്ടാവുമോ എന്നുള്ളതൊന്ന് നോക്കിയതിന് ശേഷം മാത്രം സർവീസ് എടുക്കുക. അതല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന കാർഡുകൾക്ക് ചിലപ്പം ഒരു സർവീസ് ചാർജ് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് ഏതാണോ ഫ്രീ ആയിട്ടുള്ളത് നോക്കി എടുക്കുകയാണ് കൂടുതൽ ബെറ്റർ. ഓക്കെ. അപ്പൊ പേയ്മെന്റ് മെത്തേഡുകൾ ഇത്രയും: UPI, നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ കാർഡുകൾ. ഓക്കെ. അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ് അപ്ലിക്കേഷൻ ഫോട്ടോ, ഐഡന്റിറ്റി പ്രൂഫ്, ഓണർഷിപ്പ് പ്രൂഫ്. ഇത്രയും ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സർവീസ് കണക്ഷൻ കൊടുക്കാനായിട്ടുള്ള അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതില് നമ്മൾ ഒരു അപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ പേയ്മെന്റിന് ശേഷം ഒരു SMS ഈ നമ്പറിലോട്ട് വരും, കൊടുത്ത മൊബൈൽ നമ്പറിലോട്ട്. നമ്മൾ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് മൊബൈൽ നമ്പർ മാക്സിമം ഈ കൺസ്യൂമറിന് തന്നെ അല്ലെങ്കിൽ അപ്ലിക്കന്റ് തന്നെ കൊടുക്കുക. നമ്മുടെ ഒന്നും മൊബൈൽ നമ്പർ കൊടുക്കാതിരിക്കുക. എന്ന് വെച്ചാൽ അതിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം SMS അടക്കം അല്ലെങ്കിൽ പേയ്മെന്റ് റിമൈൻഡർ, അതിൽ ഔട്ടേജ് ഡീറ്റെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോണത് ഈ നമ്പർ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ആ നമ്പർ തന്നെ കൊടുക്കുക. മൊബൈൽ നമ്പറും പറ്റുകയാണെങ്കിൽ ഇമെയിൽ IDയും ഇപ്പൊ മാൻഡേറ്ററി ആണ്. അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അത് ഒഴിവാക്കാം, പക്ഷെ ഇപ്പൊ മാൻഡേറ്ററി ആണ്. അപ്പോൾ മിക്കവാറും ഇപ്പൊ ആൻഡ്രോയിഡ് ഫോൺ ഒക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ എല്ലാവർക്കും ഇമെയിൽ ID ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിലുള്ള ഇമെയിൽ ID ഇതിലോട്ട് കൊടുക്കുക. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഒരു രക്ഷയില്ലെങ്കിൽ നമ്മുടെ സെക്ഷന്റെ കൺസ്യൂമർ ഏത് സെക്ഷൻ ആണെന്ന് നമുക്ക് അറിയുണ്ടാവും അപ്ലൈ ചെയ്യണത്. അതായത് ബില്ല് നോക്കുമ്പോൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കോ ആ സെക്ഷന്റെ പേര് അറിയുണ്ടാവും. ആ സെക്ഷന്റെ പേരിലുള്ള ഇമെയിൽ ID ജസ്റ്റ് നമ്മുടെ ഏരിയയിലുള്ളത് ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് ആ ഇമെയിൽ ID കൊടുത്താലും കുഴപ്പമില്ല. നമ്മുടെ മാക്സിമം കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. കൺസ്യൂമറിനാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് അത് കൊടുക്കുക. ഇതല്ല ഒരു രക്ഷയില്ലെങ്കിൽ സെക്ഷൻ ഓഫീസിന്റെ ഇമെയിൽ ID വേണമെങ്കിൽ വാങ്ങാം. അത് ഒരു കൺസ്യൂമർ നമ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നോ യുവർ കൺസ്യൂമർ നമ്പർ എന്നുള്ള അതില് നോ യുവർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു മെനു വഴി നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ ഇമെയിൽ ID കാര്യങ്ങളെല്ലാം കാണുകയും ചെയ്യാം. അത് ഒന്ന് കാണിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇത് കിട്ടും. അതായത് പേയ്മെന്റ് അടച്ച് ഈ SMS പോയിട്ടുണ്ടെങ്കിൽ
ഒരു സക്സസ്ഫുള്ളി ഒരു ആപ്ലിക്കേഷൻ ആയ ഒരു അപ്ലിക്കൻ നമ്പർ ജനറേറ്റ് ചെയ്യും. ഒരു അപ്ലിക്കൻ നമ്പർ കഴിഞ്ഞാൽ ഒരു അപ്ലിക്കേഷൻ ഫോം ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് അതിന് മുകളിൽ ഫോട്ടോയും ഒട്ടിച്ച് വേണം ഇപ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കാൻ, കൺസ്യൂമേഴ്സിന്റെ. ഇത് അവർ കയ്യിൽ വെക്കുക. പിന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് ഇത് കളക്ട് ചെയ്യണം. സൈൻ ചെയ്ത കോപ്പിയൊന്നും ഇപ്പൊ പുതിയ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സംഭവം അവിടെ ഓഫീസിൽ നിന്ന് ഇൻസ്പെക്ഷൻ വരുമ്പം ഇത് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബോർഡ് ഓർഡർ. അത് ഇനി ആധാർ OTP ഒക്കെ വരുമ്പോഴത്തേക്കും ഈ പ്രിന്റ് ഔട്ട് ഒഴിവാക്കുന്ന ഒരു കേസൊക്കെ വരും. പക്ഷെ ഇപ്പോഴത്തെ കേസിൽ അതില്ല. എന്താ വെച്ചാൽ ഒരു സൈൻഡ് അഗ്രിമെന്റ് വേണം ഇവരുമായിട്ടുള്ള. അപ്പൊ അത് ഈ അപ്ലിക്കേഷൻ ഫോം ആണ്. അപ്പൊ അത് പ്രിന്റ് ഔട്ട് എടുത്ത് അത് സൈൻ ചെയ്ത് അവർക്ക് കൊടുക്കും കൂടി വേണം. അത് കളക്ട് ചെയ്യുന്നുണ്ട് ഓഫീസിൽ. എംപ്ലോയീസ് വരുമ്പോൾ അത് കളക്ട് ചെയ്ത് ഫയൽ ചെയ്യുന്നതും കൂടി ഉണ്ട്. സർവീസ് കണക്ഷൻ HTLP എന്ന് പറയുന്ന 2 സർവീസ് കണക്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. അതൊന്ന് നോക്കി പോകേണ്ടി വരും. ചിലയിടത്തൊക്കെ ഈ അക്ഷയ സെന്ററിൽ നിന്നൊക്കെ ചിലപ്പോൾ ചെയ്യുമ്പോൾ ഇത് തമ്മിൽ മാറിപ്പോകും. നമ്മൾ നോർമലി ഒരു കൺസ്യൂമർ ആണെങ്കിൽ അവർ LT ആയിരിക്കും. LT എന്ന് പറഞ്ഞാൽ ലോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജിലുള്ള ഇത് കൊടുക്കുന്നതിനാണ് LT എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കാനുള്ളത് LT ആണെങ്കിൽ അതിന് അപ്ലിക്കേഷൻ ഫീ 50 രൂപ ഉണ്ടാവുള്ളൂ. അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. HT ആണെങ്കിൽ എന്തായിരിക്കും 1000 രൂപയാണ് അതിന്റെ അപ്ലിക്കേഷൻ. HT എന്ന് പറഞ്ഞാൽ ഹയർ പിന്നെ സ്ലാബിലുള്ള, അതായത് 11 kV ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ടൊക്കെ കണക്ഷൻ വേണ്ട ഇൻഡസ്ട്രികൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് അത് HT. അല്ലാത്തതല്ല, നമ്മൾ നോർമലി ചെയ്യുന്നതെല്ലാം LT എന്ന് പറയുന്ന സർവീസ് ആണ് നോർമലി കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ പിന്നെ ഇതിലുള്ള സർവീസുകളിൽ ഈ പേയ്മെന്റ്, ഡിമാൻഡ് പേയ്മെന്റ് കൊടുക്കാം. അതിന് എന്തൊക്കെയാണ്, ഒരു കൺസ്യൂമർ നമ്പർ വേണം, അല്ല ഒരു മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ID ഈ രണ്ടും വെച്ച് ഇതിൽ രജിസ്റ്റർ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സർവീസുകൾ, ഈ ന്യൂ കണക്ഷൻ അല്ലാത്ത സർവീസുകൾ ഇതിൽ അവൈലബിൾ ആണ്. ആ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് പുതിയൊരു കണക്ഷന്റെ വേണമെങ്കിൽ ഇതൊന്ന് പറഞ്ഞു പോയിട്ട് നെക്സ്റ്റ് ന്യൂ കണക്ഷന്റെ ഒരു മോഡൽ വേണമെങ്കിൽ നോക്കാം. ഇതാണ് പേയ്മെന്റിന്റെ കാര്യം. ഒന്ന് അപ്ലിക്കൻ ഫോട്ടോ, ഐഡന്റിറ്റി പ്രൂഫ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊന്ന് ഡോക്യുമെന്റ് എന്തൊക്കെ വേണമെന്നുള്ളത് 3 കാര്യം. പേയ്മെന്റിന്റെ കാര്യം UPI, നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാങ്കിങ്. പിന്നെ ഇത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ SMS പോകുന്നുള്ളത്. അത് കഴിഞ്ഞ് അപ്ലിക്കൻ അത് ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് നേരെ സെക്ഷനിൽ കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഡിമാൻഡ് പേയ്മെന്റ്, ഇനി ഇത് കൂടാതെ കൺസ്യൂമേഴ്സിന് വേറെ എന്തെങ്കിലും പേയ്മെന്റ് അടയ്ക്കാനായിട്ടുള്ള അതിന്റെ ഒരു രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇമെയിലോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ വെച്ച് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഡിമാൻഡ് അടയ്ക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞു പോയത്. ഓക്കെ. അപ്പൊ അതിൽ ഈ അപ്ലിക്കൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും പെൻഡിങ് ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് അവിടെ സെറ്റ് ചെയ്യും. അത് നേരെ പേയ്മെന്റ് അടയ്ക്കുകയും ചെയ്യും. ഈ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഏത് പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ചു. ഓക്കെ. പിന്നെ അതുകൂടാതെ ഈ അടുത്ത എന്തൊക്കെ സർവീസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞ്, അതായത് ഓൾറെഡി ഒരു കണക്ഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കണക്റ്റിലോട് ചേഞ്ച്. താരിഫ് എന്താന്നുള്ളത് അറിയുണ്ടാവും. താരിഫ് അതായത് നമ്മുടെ ഗസറ്റ് പ്രകാരം പല താരിഫുകളുണ്ട് കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഡൊമസ്റ്റിക്, നമ്മൾ ഉപയോഗിക്കുന്ന ഡൊമസ്റ്റിക്, വേറെ ഓരോന്നിനും ഓരോന്ന്. ഇപ്പൊ കൊമേഴ്സ്യൽ ആണെങ്കിൽ അത്, പിന്നെ ഇൻഡസ്ട്രിയൽ ആണെങ്കിൽ അത്, അങ്ങനെയുള്ള ഏതാണ് അത് ജസ്റ്റ് നമുക്ക് അറിയേണ്ട കാര്യം ഉണ്ടാവില്ല. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏതൊക്കെയാണെന്നുള്ളത് താരിഫുകൾ. ഇപ്പൊ കൊമേഴ്സ്യൽ LT ഇതാണ്, ഇൻഡസ്ട്രിയൽ ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ എന്നുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ സെന്റർ ആണെങ്കിൽ അത് IT സെന്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ പല പർപ്പസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ താരിഫ് അറിയണമെന്നില്ല, ഇതിന്റെ പർപ്പസ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു കൺസ്യൂമർ ഒരു താരിഫ് ചേഞ്ച് എന്ന് പറയുന്നത് നോർമലി സാധാരണ വരുന്നത് ആദ്യമായിട്ട് ഒരു കണക്ഷൻ എടുക്കുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ പർപ്പസിന് എടുക്കും. അതൊരു താരിഫാണ്. എന്ന് പറഞ്ഞാൽ LT 6D എന്ന് പറഞ്ഞ ഒരു താരിഫാണ്. അതിനുശേഷം ഇത് ഡൊമസ്റ്റിക് ആകുമ്പോൾ ഇതിന് 1A എന്ന് പറയുന്ന വേറെ ഒരു ഡൊമസ്റ്റിക് താരിഫിലോട്ടാക്കും. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ പർപ്പസിൽ നിന്ന് ഒരു ഡൊമസ്റ്റിക്കിലോട്ട് ചേഞ്ച് ചെയ്യുന്നതിന് ഒരു താരിഫ് ചേഞ്ച് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു നേരെ തിരിച്ചും, അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് കണക്ഷൻ എടുത്ത ഒരു സാധനത്തിന് കൊമേഴ്സ്യലാക്കുക, ഒരു കട എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ളതിന് താരിഫ് ചേഞ്ച് എന്ന് പറയും. നോർമലി സാധാരണ വരുന്ന ഒരു താരിഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഒരു പുതിയ കണക്ഷൻ നമ്മൾ പൊതുവെ ഒരു ആള് എടുക്കുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി ഒരു കണക്ഷൻ എടുക്കും, ഒരു വീട് വെക്കാൻ. അത് ഞങ്ങളുടെ വീട് നമ്പർ, ഹൗസ് നമ്പർ ഒക്കെ കിട്ടി കഴിയുമ്പോൾ അത് നേരെ ഡൊമസ്റ്റിക് പർപ്പസിനോട്ടാകും. അതിനൊരു താരിഫ് ചേഞ്ച് എന്ന് പറയും. പിന്നെ ഫേസ് ചേഞ്ച് എന്തായിരിക്കും? അത് നമ്മൾ നോർമലി സപ്ലൈ ചെയ്യുന്നത് 2 ഫേസ്, ഒരു സിംഗിൾ ഫേസും ഒരു 3 ഫേസും കണക്ഷനാണ് പൊതുവെ KSEB കൊടുക്കുന്നത്. അതായത് ചെറിയ കണക്ഷനൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഫേസിന് ഔട്ടറും 2 ഇത് മാത്രം മതി, 2 വയറുള്ള ഫേസിന് ഔട്ടറും, അതിന് ഫേസ് ഒരു സിംഗിൾ ഫേസ് പറയും. 3 ഫേസ് പറയുന്നത് 3 ലൈനുള്ള, അതായത് 3 ഫേസ് ഉണ്ടാവും. 3 ഫേസിന് ന്യൂട്രൽ ആയിട്ടുള്ള 4 വയറുള്ള ആ കണക്ഷനാണ് ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ അപ്ലിക്കേഷൻ
വരുമ്പോൾ തന്നെ അറിയാം, സാധാരണ ഇത് ലോഡ് വെച്ചിട്ടാണ്. 5000 ലോഡിൽ അധികം ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഈ സിംഗിൾ ഫേസിൽ പറ്റില്ല, അതായത് ഡബിൾ ലൈൻ പോരാ, അതിന് 3 ഫേസ് ആയിട്ടുള്ള വലിയ ലൈൻ വേണ്ടി വരും. അതിനാണ് ഫേസ് ചേഞ്ച്. അത് അങ്ങോട്ട് ഒന്നില് ഒരു സിംഗിൾ ഫേസിലുള്ള ഒരു കണക്ഷന് ലോഡ് കൂട്ടുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഒരു 5000 വാട്ടിലോട്ട് അധികം ലോഡ് ആവുകയാണെങ്കിൽ അതിന്റെ കൂടെ ഈ ഫേസ് ചേഞ്ച് കൂടി വേണ്ടി വരും. അതിനാണ് ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മീറ്റർ ഷിഫ്റ്റിംഗ് അതെന്തായിരിക്കും? അത് ഈ പറഞ്ഞ മാതിരി ഒരു ഡൊമസ്റ്റിക് കണക്ഷൻ സാധാരണ ഒരു എന്തെങ്കിലും ഒരു കിയോസ്കോ അല്ലെങ്കിൽ ഒരു ടെമ്പററി അറേഞ്ച് വെച്ചിട്ടായിരിക്കും നമ്മളൊരു കണക്ഷൻ എടുക്കുക, ഒരു കൺസ്ട്രക്ഷൻ വർക്കിന്. അത് കഴിയുമ്പോൾ ഇതിനെ വീടിന്റെ പണി കഴിയുമ്പോൾ ആ കറക്റ്റ് ലൊക്കേഷനിൽ എവിടെയാണോ ഈ ഇത് വെക്കേണ്ടത്, മീറ്റർ വെക്കേണ്ടത്, ആ സ്ഥലത്തോട്ട് ഈ വെച്ചിരിക്കുന്ന സാധനത്തിന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതൊരു സർവീസാണ്. അപ്പൊ അവിടെ ലോഡ് കാര്യങ്ങളെല്ലാം മാറും. അപ്പൊ അതിന്റെ കൂടെ അതൊരു സർവീസ് ആയിട്ട് എടുക്കുക. അതിനാണ് മീറ്റർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒരു സർവീസ് ഓണർഷിപ്പ് ചേഞ്ച് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരാള് എന്റെ പേരിലുള്ള ഒരു കണക്ഷൻ വേറൊരാളുടെ പേരിലോട്ട് നമ്മൾ സെയിൽ ചെയ്യോ, അല്ലെങ്കിൽ പിന്നെ ഒരു മരണം വന്ന് അടുത്ത ആൾക്ക് അതിന്റെ അടുത്ത അവകാശികൾക്ക് കൊടുക്കാനുള്ളതും അങ്ങനെയുള്ള 2 തരത്തിലുള്ള ഓണർഷിപ്പ് ചേഞ്ചുകൾ വരും ആ ഒരു സർവീസ്. അപ്പൊ ഇത്തരം സർവീസുകൾ. ഇത് കൂടാതെ പിന്നെ വരുന്നൊരു സർവീസാണ് ഈ ഇപ്പോ അധികമുള്ളത് മറ്റേ ഇതിന്റെ സോളാറിന്റെ കണക്ഷൻ. ആ ഒരു കണക്ഷന്റെ ഒരു അപ്ലിക്കേഷൻ ഇവിടെ അല്ല, അത് ഇതിന്റെ ബ്രാക്കറ്റിൽ വെച്ചിട്ട് ekiran.kcb.in എന്ന് പറയുന്ന സൈറ്റിലാണ് വരേണ്ടത്. ekiran.kcb.in ആ സൈറ്റിലാണ് സോളാറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കണക്ഷൻ വരികയാണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് ekiran.kcb.in എന്ന് പറയുന്ന സൈറ്റിലാണ്. അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ആ സർവീസുകളും അവിടെ അവൈലബിൾ ആവും. ഓക്കെ. പിന്നെ അതർ ചാൻസ് ഈ കാര്യങ്ങൾ അധികം പറഞ്ഞു പോകണ്ടെന്ന് തോന്നുന്നു. ഒന്ന് 1912 നമ്മൾ വിളിച്ചിട്ട് ഒരു സർവീസ് അവൈൽ ചെയ്യണത് കൺസ്യൂമർ പോർട്ടൽ, പറഞ്ഞ കസ്റ്റമർ പോർട്ടൽ, ഇപ്പോൾ WSS. പിന്നെ അതോടെ വാട്സപ്പ് 9496001912 എന്ന് പറയുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സപ്പിൽ സേവ് ചെയ്തിട്ട് ഒരു ഹായ് അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതുവഴിയും ഈ സർവീസുകളെല്ലാം, ഈ സർവീസ് ഡോർസ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുവഴി ആ സർവീസുകളും അവൈലബിൾ ആകും. പിന്നെ അതുകൂടെ KSwift പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ട് ഓണർഷിപ്പ് ചേഞ്ചിന് വേണ്ടിയിട്ട്. അത് എന്താ വെച്ചാൽ ഈ KSRTCയുടെ ഒക്കെ ഉള്ള ഒരു പോർട്ടലാണ്. അതിലും ഈ ഒരു സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നേരെ ചെയ്യേണ്ടത് ഒന്ന് WSS അല്ലെങ്കിൽ KSCBയുടെ സൈറ്റിലോ പോയി ചെയ്യാണ് വേണ്ടത്. ഈ ഇങ്ങനെ ചാനൽ കൂടി ഉണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. ചിലപ്പം എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അതിനുവേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഒരു സ്റ്റെപ്പ് നമുക്കൊന്ന് ചെയ്യേണ്ടത്, സെലക്ട് എ കൺസ്യൂമർ. ഒരു സർവീസ് അവൈലബിൾ ഉണ്ടെങ്കിൽ, ഒരു കൺസ്യൂമർ ആയിട്ടുള്ള ഒരു ആൾക്ക് ഒരു സർവീസ് അവൈലബിൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ്. ഇതാണ് WSS.kcb.in എന്ന് പറയുന്ന പോർട്ടൽ. അതിനുള്ളിൽ പിന്നെ 4 സർവീസുകൾ നേരത്തെ പറഞ്ഞ ക്യുപ്പേ, പേയ്മെന്റ് അടയ്ക്കാനുള്ള ക്യുപ്പേ, ഓൺലൈൻ സർവീസ് പുതിയതായിട്ടുള്ള കണക്ഷൻ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്, രജിസ്റ്റർ കംപ്ലൈന്റ്, രജിസ്റ്റർ മൊബൈൽ ഇമെയിൽ. അതായത് രജിസ്റ്റർ മൊബൈൽ ഇമെയിൽ എന്ന് പറയുന്നത് നമുക്കൊരു ഏതെങ്കിലും ഒരു നമ്പർ തെറ്റിക്കിടക്കുകയാണെങ്കിൽ, മൊബൈൽ നമ്പറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു കൺസ്യൂമർ നമ്പറിന് തെറ്റിക്കിടക്കുകയാണെങ്കിൽ അത് അവിടുന്ന് തന്നെ സെൽഫായിട്ട് മാറ്റാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ട്. അതാണ് രജിസ്റ്റർ മൊബൈൽ ബാർ ഇമെയിൽ എന്നുള്ളത്. പിന്നെ നമുക്ക് ഇനി മെയിനായിട്ട് അവിടെ വേണ്ടി വരുന്ന കാര്യങ്ങൾ ഒന്നായിരിക്കും ഈ പോർട്ടലിനുള്ളിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ ലോഗിന്റെ ഉള്ളിൽ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം. അപ്പൊ അതിനായിട്ട് മെയിനായിട്ട് ചെയ്യാനുള്ളത്, ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് കയറാം. ഇനി അഥവാ ചിലപ്പോൾ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അതിന്റെ യൂസർ ഐഡി പാസ്വേഡും അറിയാത്ത കേസുകൾ വരാം നമ്മുടെ അടുത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യാനുള്ളത്, യൂസർ ഐഡി അറിയുന്നുണ്ടെങ്കിൽ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കൺസ്യൂമർ നമ്പർ കൊടുക്കുന്നതിന്റെ അപ്പം തന്നെ അവിടെ ഒരു മെസ്സേജ് എഴുതി കാണിക്കും, നിങ്ങളുടെ യൂസർ ചെയ്ത യൂസർ ഐഡി ഇതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് യൂസർ ഐഡി അങ്ങനെ എടുക്കാം. പിന്നെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് അവിടെ താഴെ കാണുന്ന ട്രബിൾ ലോഗിൻ, അതായത് ആ സൈനിന്റെ നേരെ താഴെ ട്രബിൾ ലോഗിൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇമെയിൽ ഐ ഡി ഈ പാസ്വേഡ് റീസെറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നത് ഓൾറെഡി ഒരു കൺസ്യൂമർ ആയത് വേറെ എന്തെങ്കിലും, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ സർവീസുകൾ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അതെങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ എന്നുള്ളത് ആദ്യം നോക്കി പോവാം. ഇത് മിക്കവാറും ആദ്യം വേണ്ടി വരുന്ന ഒരു കാര്യങ്ങളൊന്നും ഇതായിരിക്കും. ആദ്യം ഇതിന് വേണ്ടത് നമുക്കൊരു ഇത് വേണ്ടി വരും, കൺസ്യൂമർ നമ്പർ. ഇതാണ് പേജ്. കൺസ്യൂമർ നമ്പർ വേണ്ടി വരും, ബിൽ നമ്പർ വേണ്ടി വരും. ഈ 2 കാര്യങ്ങൾ ബിൽ നമ്പറും എടുക്കാനായിട്ട് അത് നമുക്ക് അറിയുണ്ടാവും അല്ലെ. KSCB.in ഈ വ്യൂ യുവർ LT ബിൽ എന്ന് പറയുന്ന ആ മെനു വഴി തന്നെ നമുക്കൊരു കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും കൊടുത്ത് ഒരു ബില്ല് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതറിയാലോ അല്ലെ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. അതെടുത്തതിന് ശേഷമാണ്, അതെടുത്താൽ അതിൽ ബിൽ നമ്പർ ഉണ്ടാവും.
അതിലുള്ള കൺസ്യൂമർ നമ്പറും ആ ബിൽ നമ്പറിന്റെ ലാസ്റ്റ് 5 ഡിജിറ്റ് അതിലേതെങ്കിലും 5 ഡിജിറ്റും കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ഇത്തരം കാര്യങ്ങൾ കൊടുത്തതിന്റെ ഒരു യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഈ യൂസർ ഐ ഡി യുണിക് ആണ്, അത് ഒരു പ്രാവശ്യം ഒന്നേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോർമലി ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു യൂസർ ഐ ഡി ഒന്ന് പ്രിഫർ ചെയ്യണമെങ്കിൽ നമുക്ക് കൺസ്യൂമർ നമ്പർ തന്നെ അങ്ങോട്ട് കൊടുക്കുകയാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ പിന്നെയും അവർക്കത് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കൺസ്യൂമർ നമ്പർ തന്നെ യൂസർ ഐ ഡി ആയിട്ട് കൊടുക്കാം. പാസ്വേഡ് പിന്നെ അതേമാതിരി ഒരു 6 ഡിജിറ്റ് വേണം, സ്പെഷ്യൽ ക്യാരക്ടർ വേണം. അങ്ങനെയുള്ള കണ്ടീഷൻ അതാ അതിന്റെ റൈറ്റ് സൈഡിലെ ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ അറിയാം എന്തൊക്കെ വേണമെന്നുള്ളത്. പിന്നെ ഇമെയിൽ ഐ ഡി, ഇത്തരം കാര്യങ്ങൾ ഇത് കൊടുത്ത് നമുക്കൊരു രജിസ്റ്റർ ചെയ്തെടുക്കാം. ഇതിന് നമ്മൾ നോർമലി ചെയ്യേണ്ടത് SMS കൊടുക്കുക. ഇതിൽ ആദ്യം കിടക്കുന്ന ഇമെയിൽ ആണ്. ഇമെയിൽ കൊടുക്കാതെ SMS കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരും, അതുവഴി നമുക്ക് സിമ്പിൾ ആയിട്ട് രജിസ്റ്റർ ചെയ്തെടുക്കാം. മിക്കവാറും ഈ അക്ഷയ സെന്ററിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം പറയണത് ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ളത് ആദ്യം ഈ ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കും. ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമെയിൽ വരാനായിട്ട് ചിലപ്പോൾ ഈ കൺസ്യൂമറിന്റെ മൊബൈൽ നമ്പർ ആയിരിക്കും. അതിൽ ചിലപ്പോൾ ഡാറ്റ ഫുള്ളായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇമെയിൽ വരാനായിട്ട് പിന്നെ അവർക്ക് നെറ്റ് ഇല്ലാത്ത കുഴപ്പം, അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിന്റെ ആക്ടിവേഷൻ അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും നല്ല മെത്തേഡുകളിലൊന്ന് SMS വർക്ക് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ ആണ്. ആ മൊബൈൽ നമ്പർ കൊടുത്ത് അവിടെ SMS കൊടുക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ആ സമയത്ത് തന്നെ അതിൽ OTP വരും. അത് വെച്ചിട്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അങ്ങനെ നേരെ ലോഗിൻ ചെയ്തെടുക്കാം. മൊബൈൽ നമ്പറാ കൊടുക്കണമെങ്കിൽ ഇമെയിലാ കൊടുക്കണമെങ്കിൽ ആ ഇമെയിലിന്റെ ഉള്ളിൽ കയറിയാൽ അതിന്റെ ഉള്ളിൽ ഒരു ആക്ടിവേഷൻ ലിങ്ക് ഉണ്ട്. ഇപ്പൊ അതല്ല, ഇപ്പൊ നേരെ ജസ്റ്റ് അവിടെയും ഒരു OTP വരെ തന്നെയാണ് ചെയ്യുന്നത്. ആ OTP കൂടെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇമെയിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അത് നോർമലി SMS കൊടുക്കുകയാണെങ്കിൽ നല്ലത്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സെയിം മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയോ അല്ലെങ്കിൽ സെയിം മൊബൈൽ നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അത് കോമൺ ആയിട്ട് ഒരു നമ്പർ തന്നെ എല്ലാത്തിനും കൊടുക്കാതിരിക്കാൻ നല്ലത്. എന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ബാക്കിയുള്ള സർവീസുകളും എല്ലാം കൂടി ഇതിലോട്ട് വരുമ്പോഴേ SMS കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ വരുമല്ലോ. രണ്ട് കണക്ഷൻ ഒക്കെ വേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ എടുക്കാം, എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ 2 കൺസ്യൂമറിന്റെ എല്ലാ സർവീസിലും ആ മൊബൈൽ നമ്പറിൽ വരികയെന്ന് മാത്രം. അങ്ങനെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. 2 കൺസ്യൂമർ നമ്പർ ഉണ്ടാവാലോ. അല്ല, 2 കൺസ്യൂമർ നമ്പറോ അല്ലെങ്കിൽ 30 വരെയൊക്കെ ഉണ്ടാവും. 30 വരെ ഇതിലോട്ട് അറ്റാച്ച് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതിന് ആ ഒരു കാര്യത്തിന് ഒന്നും കൂടി നല്ലത് ഈ 30 കൺസ്യൂമർ നമ്പർ വരെ ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാം. അതായത് ഒരു രജിസ്ട്രേഷൻ വെച്ചിട്ട്. ഓക്കെ, ഇതിൽ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ കൊടുക്കുന്നതിന് പകരം ഒരു കൺസ്യൂമർ നമ്പറിന്റെ പല സർവീസുകൾ, ഒരു മൊബൈൽ നമ്പറിൽ പല സർവീസുകൾ ഉണ്ടെങ്കിൽ അതിന് നല്ലത് ഇത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അതിന്റെ ഉള്ളിൽ ഒരു വേറെ കൺസ്യൂമർ നമ്പർ രജിസ്റ്റർ ചെയ്യാനായിട്ടൊരു ഇതുണ്ട്, രജിസ്റ്റർ ബാർ അൺരജിസ്റ്റർ കൺസ്യൂമർ നമ്പർ എന്ന് പറഞ്ഞിട്ട് അതുണ്ട്. അപ്പൊ അതുവഴി ഒരെണ്ണത്തിൽ ലോഗിൻ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഈ ബാക്കിയുള്ള ഈ 30 വരെ അതിന്റെ ഏത് സർവീസുകൾ വേണമെങ്കിലും നമുക്ക് അവിടെ എടുക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോർമലൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, ഒരെണ്ണം കൊടുത്താലും മതിയാവും. ഓക്കെ, ഒരു ലോഗിൻ വെച്ചിട്ടേ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അതിനുള്ളിൽ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കൺസ്യൂമർ നമ്പറുകൾ ഈ പോർട്ടൽ ലോഗിൻ ചെയ്യാനായിട്ട് ഒരെണ്ണം മതി. അതിന്റെ അതിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഒരു 30 കൺസ്യൂമർ നമ്പർ ഒറ്റയടിക്ക് ഒറ്റ യൂസർ ഐഡി തന്നെ അറ്റാച്ച് ചെയ്യാം. അപ്പൊ അതിന്റെ സർവീസുകളെല്ലാം അതിലറ്റ് എടുക്കാൻ പറ്റും. അപ്പൊ പിന്നെ ഈ മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതെങ്ങനെയാ സാറേ? അതായത് ഒരാൾക്ക് 2 കൺസ്യൂമർ ഉണ്ട്, അപ്പൊ 2 കൺസ്യൂമർ ഉണ്ട്, അപ്പൊ ഒറ്റ ലോഗിൻ ചെയ്യുമ്പോൾ പിന്നെ അത് ഓൾറെഡി ഒരു സർവീസ് നിലനിൽക്കുന്നുണ്ടെന്ന് കാണിക്കും. അല്ല, അത് കാണിക്കില്ല. അത് ഞാൻ കാണിക്കാവേ, ഒരു മിനിറ്റ്. ഇതിനുള്ളിലേ ഇതുണ്ടോ, ഈ സ്ക്രീൻ ഇത് കണ്ടോ? ഇതിനുള്ളിലേ രജിസ്റ്റർ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെനു താഴെ ഉണ്ട്. ഇവിടെ ഏറ്റവും അടിയിലേ രജിസ്റ്റർ ബാർ അൺരജിസ്റ്റർ കൺസ്യൂമർ നമ്പർ. അപ്പൊ ആ നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു 30 വരെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതില് ഒരു ഏതെങ്കിലും ഒരു സർവീസ് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ചോദിക്കും ഇതിൽ ഏത് കൺസ്യൂമർ നമ്പറിന്റെ ആണെന്നുള്ളത്. അദ്ദേഹത്തിന് ആ ഒരു സർവീസ് പറ്റും. പിന്നെ അടുത്ത കൺസ്യൂമർ നമ്പർക്ക് ആ സമയത്ത് തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് പറ്റും. അതായത് അങ്ങനെ ഒരു സർവീസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയില്ല. 2 കൺസ്യൂമർ നമ്പർ ആണെങ്കിലേ ഇവരിപ്പോ കണ്ടില്ല, ഒരു കൺസ്യൂമർ നമ്പർ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും സർവീസ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഏത് കൺസ്യൂമർ നമ്പർ ആണെന്ന് ചോദിക്കും. അപ്പൊ ആ കൺസ്യൂമർ നമ്പർക്ക് ആ സർവീസ് കൊടുക്കുക. അടുത്ത കൺസ്യൂമർ നമ്പർ പാരലായിട്ട് അതിന്റെ കൂടെ തന്നെ ചെയ്യാം. അങ്ങനെ എത്ര എണ്ണം വേണേലും ചെയ്യാം. ചെറിയൊരു സംശയം കൂടെ, ഒരു കൺസ്യൂമറിന്റെ പേരിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെയിം കസ്റ്റമറുടെ പേരിൽ മറ്റൊരു കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് തന്നെ വീണ്ടും ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ?
ചെയ്യാൻ പറ്റില്ല പറ്റില്ല. ഒരെണ്ണത്തിൽ ഓൾറെഡി ചെയ്തതിന്റെ ആ കൺസ്യൂമർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ പറയും ഇത് ഓൾറെഡി രജിസ്റ്റേർഡ് ആണെന്നുള്ളത്. ആ യൂസർ ഐ ഡി ആണ് കാണിച്ചു തരും. ഈ യൂസറിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് മൾട്ടിപ്പിൾ പറ്റില്ല എന്ന് പറയും. ഓക്കെ. ഒന്നേ പറ്റുള്ളൂ, ഒരു കൺസ്യൂമർ നമ്പർക്ക് ഒറ്റ ലോഗിനെ പറ്റുള്ളൂ. പിന്നെ ഈ ഒറ്റ അങ്ങനെയുള്ള ലോഗിന് കേസുകൾ നമുക്ക് ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലോ അല്ലെ? ക്യാൻസൽ ചെയ്യാം. ഒന്ന് യൂസർ ഐ ഡി അവിടെ കാണിക്കും. ആ യൂസർ ഐ ഡി അവിടെ വേണ്ടെന്നുണ്ടെങ്കിലേ വേണ്ടെങ്കിൽ പിന്നെ അവിടെ 1912 വിളിച്ചു പറഞ്ഞാൽ അവരവിടെ അത് ഡിലീറ്റ് ചെയ്ത് തരും യൂസർ ഐ ഡി. യൂസർ ഐ ഡി അത് ഉപയോഗിക്കാണ്ട് പാസ്വേഡ് നമുക്ക് മാറ്റാണെങ്കിൽ നമുക്ക് റീസെറ്റ് പാസ്വേഡ് ഉണ്ടല്ലോ അതിന് ലോഗിൻ തന്നെ. ആദ്യം ട്രിപ്പിൾ ലോഗിൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അത് കണ്ടില്ലേ, അതുവഴി ചെയ്യാം. ഫസ്റ്റത്തെ ഓൾറെഡി നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ നേരത്തെ എപ്പോഴും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമുക്കത് രണ്ടാമത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ 1912 തന്നെയാണ് വിളിക്കുക സാറേ. വിളിച്ചിട്ട് സാധാരണഗതിയിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടുന്ന് റിമൂവ് ചെയ്ത് തരാറുണ്ട്. അങ്ങനെ തരാം. അങ്ങനെ വേണ്ട, അവർക്ക് ആ യൂസർ ഐ ഡി ഉപയോഗിക്കാം. പാസ്വേഡ് റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഇല്ലേ, ആ സൈനിന്റെ താഴെ ട്രബിൾ ലോഗിൻ ഇല്ലേ, അത് കൊടുത്ത് തന്നെ അവിടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം OTP ഉപയോഗിച്ച്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അദ്ദേഹത്തിനെ ആ യൂസർ ഐ ഡി തന്നെ അദ്ദേഹം തന്നെ നേരത്തെ രജിസ്റ്റർ ചെയ്താണ്. ആ യൂസർ ഐ ഡി അത് തന്നെ ഉപയോഗിക്കാം. പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാനാണ് ഇങ്ങനെ റീസെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ സാർ, ഓക്കെ, ക്ലിയർ ആണ്.